സദൃശ്യവാക്യങ്ങൾ 16:15. രാജാവിൻ്റെ മുഖപ്രകാശത്തിൽ ജീവൻ ഉണ്ട്, അവൻ്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു. കുറേക്കാലം മുമ്പ് വരെ മിക്കവാറും രാജ്യങ്ങളും ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. ഇന്നും രാജഭരണം നിലവിലുള്ള രാജ്യങ്ങളുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നവരല്ലായിരുന്നു മിക്കവാറും എല്ലാ രാജാക്കന്മാരും എന്നതിനാൽ ജനത്തോട് പലർക്കും കൂറില്ലാത്തത് നിമിത്തം പല രാജാക്കന്മാരും ഏകാധിപതികളും സ്വാർത്ഥന്മാരുമൊക്കെ ആയിരുന്നു. രാജാവിനെ പ്രസാദിപ്പിക്കുക എന്നത് ഓരോ ഉദ്യോഗസ്ഥരുടെയും പ്രജകളുടെയും പ്രധാന ഉത്തരവാദിത്തമായി കണക്കാക്കിയിരുന്നു. എന്നാൽ നീതിയും നന്മയും നിറഞ്ഞ രാജാക്കന്മാരുമുണ്ട്. തങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കുന്നവരെന്ന് സ്വയം കരുതിയവർ, അവരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ജീവിതം സമർപ്പിച്ചവർ ഒക്കെ ചരിത്രത്തിൽ ധാരാളമുണ്ട്. രാജഭരണകാലത്തെ തീരുമാനങ്ങൾ അന്തിമമായി എടുത്തിരുന്നത് രാജാവായതിനാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ സ്വാധീനിക്കുന്നത് അടുത്ത തീരുമാനത്തിന് പ്രധാനമായിരുന്നു. രാജാവിൻ്റെ മുഖം വാടിയാൽ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു. ദൈവത്തെ രാജാവായി ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നു. സർവപ്രപഞ്ചത്തിനും രാജാവായ ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കുന്നത് നമ്മുടെ ജീവൻ്റെ ആധാരമാണ് എന്ന് ഈ വാക്യത്തെ ചിന്തിക്കാവുന്നതാണ്. നീതിയുള്ള ദൈവം, കരുണയുള്ള രാജാവ് നമ്മിൽ പ്രസാദിക്കുമ്പോൾ നമുക്ക് ജീവനും അതിൽ സമൃദ്ധിയും ഉണ്ടാകുന്നു. ആകയാൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം അന്വേഷിക്കുക എന്നത് ജീവിതത്തിലെ പ്രധാന ഉത്തരവാദിത്തമാകണം. ദൈവത്തിന് ഇഷ്ടമുള്ള വഴികളിൽ നടക്കാൻ ദൈവവചനം നന്നായി പഠിക്കുകയും ഗ്രഹിക്കുകയും വേണം. ദൈവം അവിടുത്തെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലൂടെയാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ ലോകത്തിൽ വന്നത് ദൈവത്തെയും അവിടുത്തെ ഇഷ്ടത്തെയും വെളിപ്പെടുത്തി തരാനാണ്. പിതാവ് അയച്ചിരിക്കുന്ന തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നത് അത്രേ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് യേശു വ്യക്തമാക്കിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം. ആകയാൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവമുഖം പ്രകാശിക്കുകയും നാം ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.